അല്ല, അത് ബാങ്കിലെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലെ കൊടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, ആപ്പ് വഴി കളക്ട് ചെയ്ത പൈസ അത് പുറത്തു കൊടുത്തു. ആ പുറത്ത് കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ നിങ്ങൾ. വിഡ്രോ ചെയ്തേക്കുന്നതിന്റെ കറക്റ്റാണ്. ആദ്യം ആപ്പുകാർക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ സുധാരനോട് വിഡ്രോ ചെയ്തു. പിന്നെ ഇപ്പൊ ഈ സ്ഥലം മേടിക്കാനുള്ള പൈസയും വിഡ്രോ ചെയ്തു. അതിന്റെ അത് ഞങ്ങളെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. വീട് പണിയാൻ KPCC ഫണ്ടിൽ നിന്ന് ACC ഫണ്ടിൽ നിന്നും പൈസ വരും. അല്ല, ഇല്ല, ഇനി പൈസ ഇല്ല, ഇനി പൈസ കളക്ഷൻ ഇല്ല. KPCC ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും, AICC ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും. ആരെങ്കിലും തന്നാ വാങ്ങിക്കും, പിന്നല്ലാതെ ഞങ്ങൾക്ക് പൈസ ഉണ്ട്. AICC സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരിട്ട്. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് 2024 ജൂലൈ 30 പുലർച്ചെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ. ഒറ്റ രാത്രിയിൽ ഒലിച്ചുപോയ ആ നാടിന്റെയും ജനങ്ങളുടെയും അതിജീവനം കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുത്തതാണ്. ഇനി പറയാനുള്ളത് വേദനകൾ ഉള്ളിലൊതുക്കി വീണ്ടും ജീവിതത്തിലേക്ക് പിച്ചവെക്കുന്ന ആ മനുഷ്യർ കേൾക്കാതിരിക്കട്ടെ. ദുരന്തബാധിതരായ ആ മനുഷ്യരുടെ പേരിൽ പിരിച്ച പണത്തിൽ സംശയത്തിലാണ് കോൺഗ്രസ്. കോൺഗ്രസ് പുറത്തുവിട്ട കണക്കുകളിൽ നിറയെ വൈരുദ്ധ്യവും. പണത്തിന്റെ കണക്ക് അവതരിപ്പിച്ച KPCC അധ്യക്ഷന്റെ വാർത്താസമ്മേളനം പൂർത്തിയായപ്പോൾ വ്യക്തമായത് ഇത്രമാത്രം: കിട്ടിയ പണം സ്ഥലം വാങ്ങിയതോടെ തീർന്നു. ഇനി വീട് വയ്ക്കാൻ പണമില്ല. പണി തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നുണ. കോൺഗ്രസിന് എത്ര പണം കിട്ടി, എങ്ങനെ വിനിയോഗിച്ചു, പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് എവിടെ, ഭൂമിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു തുടങ്ങി നിരവധി സംശയങ്ങൾ ഉയരുമ്പോൾ കണക്ക് മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മാധ്യമങ്ങളെ അത് പറഞ്ഞകറ്റുമ്പോൾ ആശങ്കയിലാകുന്നത് കോൺഗ്രസിന്റെ വീട് കാത്തിരുന്ന ദുരന്തബാധിതരാണ്. വീട് കോൺഗ്രസ് നൽകുമെന്ന് വിശ്വസിച്ച് സർക്കാർ പദ്ധതിയിൽ നിന്ന് പുറത്തായവർ എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പായുകയാണ്. സഹജീവികളെ കൈപിടിച്ച് നടത്താൻ കൈയയച്ച് സഹായിച്ച മനുഷ്യരോടും കാണിച്ച നിന്ദയാണ് ഫണ്ടിലെ ഈ ഒളിച്ചുകളി. കോൺഗ്രസ് ദുരന്തബാധിതരെ വഞ്ചിച്ചോ? ദുരന്ത ഫണ്ട് വകമാറ്റിയോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്വാഗതം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM പ്രതിനിധി, സംഷാദ് മരക്കാർ കോൺഗ്രസ് പ്രതിനിധി, ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, നിതിൻ നോബൽ ഇൻഫ്ലുവൻസർ എന്നിവരാണ് ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത്. അല്പസമയത്തിനകം തന്നെ സംഷാദ് മരക്കാർ ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ N ശ്രീകുമാർ, വയനാട് ദുരന്തം, അതിന് കോൺഗ്രസ് പിരിച്ച പണം, അതിൽ വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നേതാക്കൾ പറഞ്ഞ വാക്ക് ഇപ്പോൾ പാഴ്വാക്കാണ് എന്ന് മനസ്സിലായിരിക്കുകയാണ്, അല്ലെങ്കിൽ അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് മനസ്സിലായിരിക്കുകയാണ്. ഈ കണക്ക് അവതരിപ്പിച്ച് കഴിയുമ്പോൾ വീട് വെക്കാനുള്ള പണം അതിലില്ല എന്നതാണ് മനസ്സിലാകുന്നത്. KPCC അധ്യക്ഷൻ പറഞ്ഞ കണക്കുകളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വരുന്നു. ഇനി എങ്ങനെ വീട് എന്ന കാര്യത്തിൽ നിരവധി സംശയങ്ങൾ ഉയരുകയാണ്. ആ സംശയങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ കോൺഗ്രസിനായിട്ടുണ്ടോ? നോക്കൂ ശ്രീമതി രേണുക, നിങ്ങളുടെ ഈ ചർച്ച ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ടുള്ളതാണെന്ന് ഞാൻ ആദ്യമേ തന്നെ സംശയിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ വീട് കാത്തിരുന്നവർ നിരാശരായി എന്നാണ് നിങ്ങൾ പറഞ്ഞത്. കോൺഗ്രസിന്റെ വീട് കാത്തിരുന്നവർ നിരാശരായി എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അവിടെ അതിജീവിച്ച് വന്ന ആരാണ് നിങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് ഞങ്ങളെ ചതിച്ചു? കോൺഗ്രസ് വീട് പണിതു കൊടുക്കാമെന്ന് പറഞ്ഞു. കോൺഗ്രസ് വീട് പണിതു കൊടുക്കാമെന്ന് പറഞ്ഞു. കോൺഗ്രസ് അതിനൊരു ആപ്പ് ഉണ്ടാക്കി. കോൺഗ്രസ് അതിന്റെ പണം കുറച്ച് സ്വരൂപിച്ചു. ആ പണം കൃത്യമായിട്ട് ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞു. ഒരു കോൺഗ്രസ്സുകാരനും ആ KPCCയുടെ ഫണ്ടിനെ കുറിച്ച് അവരുടെ പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായത്തിൽ സംശയം ഉയർത്തിയിട്ടില്ല. ആരും അത് ചോദ്യം ചെയ്തിട്ടില്ല. കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ കുറിച്ച് കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നത ഇല്ല. പിന്നെ ആർക്കാണ് അഭിപ്രായ ഭിന്നത എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർ കക്ഷികൾക്കാണ്. ആ എതിർ കക്ഷികളിൽ തന്നെ 178 വീട് പണിതിട്ട് അവിടെ ഒരാൾക്ക് പോലും താമസിക്കാൻ പറ്റാത്ത അവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കോൺഗ്രസിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇപ്പൊ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? രേണുക അത് പറയാതിരുന്നത്? 178 വീടുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ട് ആ വീട്ടിൽ ഒരാൾക്ക് പോലും താമസിക്കാൻ പറ്റിയില്ല എന്നുകൂടി പറയണ്ടേ അല്ലേ കോൺഗ്രസിനെ കുറിച്ച്? ശ്രീകുമാർ, താങ്കൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, താങ്കളെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇടപെട്ടാൽ അത് താങ്കളെ ദേഷ്യം പിടിപ്പിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഞാൻ മൗനം പാലിച്ചത്. ഇപ്പോൾ താങ്കൾ എന്റെ പേരെടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയാം. അവിടെ ഒരു വീടുണ്ട്, സർക്കാർ നിർമ്മിച്ച വീടുണ്ട്.
പണി പൂർത്തിയായ വീടുകളുണ്ട്. അതിൽ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആളുകൾ വരുന്നുണ്ട്. ഓരോ വീടിന്റെ പണി പൂർത്തിയാകുമ്പോൾ അവർക്ക് കയറി താമസിക്കാം. അത്രയും ആശ്വാസകരമാണല്ലോ. കല്ലിട്ടിട്ട് മാസം 1 കഴിഞ്ഞു, അവിടെ വീടില്ല, ഫണ്ടില്ല എന്ന് പറയുന്നിടത്ത് ഇതാണോ തിരിച്ചു ചോദിക്കേണ്ടത്? താങ്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ലേ സർക്കാർ നിർമ്മിച്ച വീടുകൾ, 178 വീടുകൾ? അതായത് ഇപ്പൊ കാര്യം മനസ്സിലായി. 178 വീടുകൾ പണി പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തി. അതെന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ. പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് ചില പണികൾ കൂടി തീരാനുണ്ട് എന്ന ഒരു വസ്തുതയുണ്ട്. അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതല്ലേ ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ, ഈ KPCC അധ്യക്ഷന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം അവിടെ വീട് വെക്കണമെങ്കിൽ ഇനി ഒന്നേന്ന് പണം കണ്ടെത്തണം എന്ന കാര്യം വ്യക്തമായല്ലോ. അതിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ? അല്ലല്ല, നിങ്ങൾ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. അവിടെ വീട് വെക്കണമെങ്കിൽ ഇനി ഒന്നേന്ന് പണം കണ്ടെത്തണം എന്ന കാര്യത്തിൽ താങ്കൾക്ക് സംശയമുണ്ടോ? നോക്കൂ, കോൺഗ്രസിന്റെ വീടിന്റെ തറപ്പണിയുടെ തുടക്കം മാത്രമായിട്ടുള്ളൂ. ആരും വീടിന്റെ മേൽക്കൂര അല്ലല്ലോ ആദ്യം പണിയുക. ആണോ? വീടിന്റെ മേൽക്കൂരയാണോ പണിയുക? അടിത്തറ ഒരുക്കിയിട്ടല്ലേ വീട് പണിയുള്ളൂ. അവിടെ ആ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ടോ? ഈ വീട് വെക്കാനുള്ള പ്ലാൻ അത് ലഭിച്ചിട്ടുണ്ടോ? അതിനുശേഷമാണല്ലോ താങ്കൾ ഈ പറയുന്ന കല്ലിടൽ നടക്കേണ്ടത്. അതിനുശേഷമാണല്ലോ തറപ്പണി നടക്കേണ്ടത്. അതിനുശേഷമാണല്ലോ. അതിനു മുൻപ് ചെയ്യേണ്ടുന്ന പ്രാഥമികമായ കാര്യങ്ങളുണ്ടല്ലോ. ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ടോ? ആ ഭൂമിയിൽ വീട് വെക്കാനുള്ള പ്ലാൻ അപ്രൂവ് ചെയ്ത് ലഭിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് അതിൽ ഉറപ്പുണ്ടോ? നോക്കൂ ശ്രീമതി രേണുക, നിങ്ങൾക്ക് അതായത് കോൺഗ്രസിനെ വിമർശിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും സഹായിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ചർച്ചയെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവിടെ ദുരന്തബാധിതരായ മനുഷ്യരാണ്. അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട വീടുകളാണ്. അതിനുവേണ്ടി സഹജീവികളെ സഹായിക്കാൻ കൈ അയച്ച് സഹായിച്ച മനുഷ്യരുടെ പണമാണ്. അത് മാത്രമാണ് കൺസേൺ. നാളെ ഒരു ദുരന്തമുണ്ടായാലും ഈ മനുഷ്യരുടെ ഒക്കെ സഹായം വേണം. അവിടെ അവർ പുനരുജ്ജീവനം വേണം. അതിന് മാതൃകയാകണം ഈ പ്രവർത്തികൾ. അതല്ല എന്ന് വരുമ്പോൾ ചോദ്യം ചോദിക്കും. ഇതിപ്പോ ഞാൻ സംസാരിക്കുന്നതാണോ അതോ അവതാരക തന്നെ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? എനിക്ക് പറയാൻ, നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയണ്ടേ? താങ്കൾ എന്റെ അജണ്ടയെ കുറിച്ചല്ലേ ചോദിച്ചത്? നിങ്ങൾക്ക് അജണ്ട ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നു. കാരണം നിങ്ങൾ ഏകപക്ഷീയമായിട്ടാണ് പറയുന്നത്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. 178 വീടുകൾ പൂർത്തിയായി എന്നുള്ള താങ്കൾ പറഞ്ഞു. ശരി, ആ 178 വീടുകൾ താമസയോഗ്യമല്ല. അതിന്റെ അർത്ഥം എന്താണ്? പൂർത്തിയായിട്ട് എന്താ കാര്യം? അവിടെ വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല, അതുപോലെ പ്രാഥമിക ആവശ്യത്തിനുള്ള ഒന്നും ഇല്ലെന്ന് അറിയാം. അല്ലെങ്കിൽ എന്താ, ഇന്നലെ വരെ ഒരാൾ താമസിച്ചില്ലല്ലോ. ഒരാൾ പോലും 178 വീട് താമസിച്ചില്ലല്ലോ. കോൺഗ്രസിന്റെ വീട് പണി വൈകി എന്നുള്ള ശരിയാണ്. അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ കൃത്യമായിട്ട് KPCC പ്രസിഡന്റ് കണക്ക് പുറത്തു വിട്ടു. ആ കണക്കിൽ കോൺഗ്രസ്സുകാർക്ക് സംശയമില്ല. ആ കണക്ക് കള്ളത്തര എന്ന് പറയുന്നത് CPM ആണ്. അതുകൊണ്ട് CPM പറയുന്നത് കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് CPM-നോട് കോൺഗ്രസിന്റെ നേതൃത്വം തിരിച്ച് ചില സംശയങ്ങൾ ചോദിച്ചു. ആ സംശയങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമായിട്ട് അവർ പറയുന്നത് KPCC-യുടെ കണക്ക് കള്ളക്കണക്കാണ്. അപ്പൊ അവരെന്താ പറയുന്നത്? KPCC-യുടെ കണക്ക് ഇപ്പൊ പറയണം, ഞങ്ങൾക്കറിയണം. അപ്പൊ കോൺഗ്രസ് തിരിച്ചു ചോദിച്ചു. DYFI പിരിച്ച 20 കോടി രൂപയുടെ കണക്ക് അവർ തിരിച്ചു ചോദിച്ചു. അവരുടെ കണക്കുകളൊക്കെ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ പറയാതെ. അത് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് കൊടുത്ത 778 കോടി രൂപയിലെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ പിടിക്കാതെ 299 കോടി രൂപയുടെ ടെൻഡർ നൽകി. ബാക്കിയുള്ള 300 കോടി ആയിക്കോട്ടെ, ബാക്കിയുള്ള 400 കോടി രൂപ എവിടെയാണെന്നൊരു ചോദ്യം കോൺഗ്രസ് ഉന്നയിച്ചു. ഇനി അത് കൂടാതെ തന്നെ എന്തുകൊണ്ടാണ് തിരക്കിട്ട് പിടിച്ച് ഉദ്ഘാടനം നടത്തിയിട്ട് അവിടെ താമസിക്കാൻ ആൾ വരാത്തെന്ന് ചോദിച്ചു. മറിച്ച് അവിടെ മുസ്ലിം ലീഗ് വീട് പണിതു. അത് UDF ആണല്ലോ. UDF ആണ് വീട് പണിയാന്ന് പറഞ്ഞത്. UDF-ൽ മുസ്ലിം ലീഗ് 55 വീട് പണിതു. ആ 55 വീട്ടിൽ ഇപ്പൊ ആളുകൾ കയറി താമസിക്കുന്നുണ്ട്. ഗവൺമെന്റ് പണിത വീടുകൾ ആളുകൾക്ക് താമസിക്കാൻ മറ്റ് സൗകര്യങ്ങളില്ല. കോൺഗ്രസ് വീട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. കോൺഗ്രസിന്റെ വീട് പണി തുടങ്ങിയോ ശ്രീ എൻ ശ്രീകുമാർ? വീട് പണി തുടങ്ങിയോ? തുടങ്ങി. എവിടെയാണ് വീട് പണി തുടങ്ങിയത്? വീട് പണി തുടങ്ങുന്നത് അതാ പറഞ്ഞത്, മേൽക്കൂരയല്ല ആദ്യം പണിയുക, ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക ചെയ്യുക. താങ്കൾ അത് പറഞ്ഞപ്പോഴാണല്ലോ ഞാൻ ചോദിച്ചത്. അവിടെ ഈ വീടുകൾ പണിയാനുള്ള പ്ലാൻ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ, രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ടോ, അതിനുള്ള രേഖകൾ ഉണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അതിനോട് താങ്കൾ പ്രതികരിച്ചില്ല. നിങ്ങളെ പറയുന്നത് കേൾക്കൂ പ്ലീസ്, ഞാൻ പറയട്ടെ. അതായത് ആദ്യ ഘട്ടത്തിലായിട്ട് 3 ഏക്കർ 24 സെന്റ് സ്ഥലം KPCC വാങ്ങിച്ചു.
5,38,38,000 എത്രയോ ആണ് അവർക്ക് അതിലെ ചെലവായത്. അതിൽ 3,68,00,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ 1.5 കോടി രൂപ വേറെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. 2.15 ഏക്കറോ എത്രയോ രണ്ടാമത് അവർ വാങ്ങിച്ചു. കെ സ്മാർട്ട് വഴി പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിച്ചു. അതിനുശേഷം പണിയാനുള്ള നിലം ഒരുക്കി വരാനുള്ള പൈസ ഇപ്പോൾ ഉള്ളൂ. അതിനുശേഷമുള്ള പണം AICC നൽകുമെന്ന് ഇന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കോൺഗ്രസിനെ പഴി പറയേണ്ടത് അത് ചിലരുടെ ആവശ്യമാണ്. അതിന് ഉത്തരവില്ല. അങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ആ ചോദിക്കുന്നവർക്ക് പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞത് അത് ചോദിക്കുന്ന ഒരു മിനിറ്റ് അത് പറയട്ടെ. അത് ചോദിക്കുന്ന CPM-നോട് കോൺഗ്രസ് തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം യൂത്ത് കോൺഗ്രസ് ചോദിച്ചതാണ്. 20 കോടി രൂപയിലധികം DYFI ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ചെക്ക് കൊടുത്തു. ആ ചെക്ക് കൊടുത്ത ദിവസം ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. 10 മാസത്തിന് ശേഷമാണ് ആ അക്കൗണ്ടിൽ പണം വന്നത്. ഈ 10 മാസം ഈ പണം ഇവിടെ ഒരു വലിയ ദുരന്ത ബാധയ്ക്ക് ഏറ്റതിന് ശേഷം നടന്ന പണപ്പിരിവാണ്. കോൺഗ്രസ് പോലെ ഉള്ള ഒരു വലിയ സംഘടന പണം പിരിക്കുമ്പോൾ ഈ 5 കോടി രൂപ മാത്രമാണോ ലഭിച്ചതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുസ്ലിം ലീഗ് പണപ്പിരിവ് നടത്തിയപ്പോൾ അവർക്ക് ഏതാണ്ട് 36 കോടിയോളം രൂപ കിട്ടി. കോൺഗ്രസിന് പക്ഷേ കിട്ടിയത് 5 കോടി രൂപ, 5,38,00,000 രൂപ. അത് തന്നെ സംശയാസ്പദമാണ്. കോൺഗ്രസിന് ഈ ആപ്പിലൂടെ ഇത്ര മാത്രമാണോ കിട്ടിയത്? ഇത് പിരിക്കാനാണോ ആപ്പിന് വേണ്ടി ഇത്രയധികം ലക്ഷം രൂപ ചെലവാക്കിയത് എന്ന സംശയം അവിടെ ഉയരുന്നു. അപ്പോഴാണ് DYFI കൊടുത്ത പണത്തിന്റെ പലിശ അവരെന്ത് ചെയ്തു എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നത്. പറയാൻ സമ്മതിക്കില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ സംശയം എന്നത്? കോൺഗ്രസ് പറയുന്ന പണം അല്ല അതിലും കൂടുതൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത്? അത് പറയൂ. കോൺഗ്രസ് 55 കോടി മുസ്ലിം ലീഗിന് കിട്ടി, ശരി. 5 കോടിയെ കോൺഗ്രസിന് കിട്ടിയുള്ളൂ, ശരി. 5 കോടി അല്ല കിട്ടിയെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീമതി രേണുക പറയുന്നത്? കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്ഥാനം സഹായം അഭ്യർത്ഥിച്ചാൽ 5 കോടിയെ കിട്ടുള്ളൂ എന്നതാണോ താങ്കൾ വിശ്വസിക്കുന്നത്? താങ്കൾ ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ. കോൺഗ്രസിനെ പോലെ ഒരു വലിയ പ്രസ്ഥാനം ഈ ദുരന്ത സമയത്ത് പിരിച്ചപ്പോൾ ഇത്ര മാത്രമേ തുക കിട്ടുള്ളൂ, അത്രക്കേ ഉള്ളൂ കോൺഗ്രസ് എന്നതാണോ താങ്കൾ കോൺഗ്രസിനെ വിലയിരുത്തുന്നത്? ശ്രീകുമാർ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് കോൺഗ്രസ് വലിയ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് കോൺഗ്രസ് ഒരു 100 കോടി പിരിച്ചു, 95 കോടി മുക്കി. ഇതൊക്കെയാണല്ലോ നിങ്ങൾ സ്വാഭാവികമായും സംശയം തോന്നും. കാരണം DYFIക്കാർ ആക്രി വിട്ട് 20 കോടി ഉണ്ടാക്കുമ്പോ ഒരു ആപ്പ് തുടങ്ങി 9 ലക്ഷത്തിന്റെ ഒരു ആപ്പ് തുടങ്ങി പണം പിരിച്ചിട്ട് ആകെ കിട്ടിയത് 5,38,00,000 എന്ന് ഏതൊരു സാധാരണക്കാരനും സംശയം തോന്നും. നോക്കൂ, നിങ്ങൾ സാധാരണക്കാരന് സംശയം തോന്നിയിട്ടില്ല, കോൺഗ്രസുകാർക്ക് സംശയം തോന്നിയിട്ടില്ല. ആകപ്പാടെ സംശയം തോന്നിയിരുന്നത് CPM-നാണ്. ഇപ്പൊ ശ്രീമതി രേണുകയ്ക്കും സംശയം തോന്നിയിട്ടുണ്ടാകാം. അത് രേണുകയുടെ സംശയം തീരും. കാരണം വെച്ചാൽ കോൺഗ്രസ് കൃത്യമായിട്ട് കണക്ക് ധരിപ്പിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ CPM-ന്റെ സംശയം തീരൂല്ല. അത് ഞാൻ പറഞ്ഞു തന്നെ അവസാനിപ്പിക്കട്ടെ. അപ്പൊ 20 കോടി രൂപ ബാങ്കിൽ ഇട്ടപ്പോൾ ആ 10 മാസം 1 കോടി രൂപയിലധികം അതിന്റെ പലിശയുണ്ട്. ആ 1 കോടി രൂപയുടെ വലിയ പലിശ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നൊരു ചോദ്യം യൂത്ത് കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ 778 കോടി രൂപയിലെ 299 കോടി രൂപ ബാക്കി തുക എവിടെയെന്ന് കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവർ ചോദിച്ചത് എന്തുകൊണ്ടാണ് 178 കോടി രൂപ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കൃത്യമായി ഏർപ്പെടുത്താതെ തുറന്നു കൊടുത്തിട്ട് താമസയോഗ്യമല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ കൂടെയാണ് ശ്രുതി എന്ന ഒരു യുവതിക്ക് വീട് പണിത് കൊടുക്കാന്ന് പറഞ്ഞ് സിദ്ദിഖ് ചതിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത പുറത്തു വന്നു. കൃത്യമായിട്ട് ഇന്ന് അതിന്റെ വ്യക്തമായ വിവരം ആ വീട് പണിത് കൊടുക്കാന്ന് പറഞ്ഞ ആ ഒരു സന്നദ്ധ സംഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്ദിഖിന് അതിനൊരു ബന്ധമില്ല. സിദ്ദിഖിന് എന്റെ ശിലാസ്ഥാപനം നടത്തിയതേ ഉള്ളൂ. അതൊരു MLA എന്ന നിലയ്ക്കാണ്. അത് ഞങ്ങൾക്ക് പണിയാൻ പറ്റാതെ ഇരുന്നത് ഫണ്ടിങ് കൊണ്ടാണ്. ഫേസ്ബുക്കിലെ പോസ്റ്റ് വായിച്ചാൽ സിദ്ദിഖിന് ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിന്റെ പ്ലാൻ ആ പെൺകുട്ടിയെ കാണിച്ചിട്ട് നമുക്കറിയാം. ആ ദുരന്തത്തിൽ ഏറ്റവും അധികം ദുരന്തം സിദ്ദിഖിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തറക്കല്ലിട്ടു എന്ന് പറഞ്ഞ പോസ്റ്റാണ്. താങ്കൾ സിദ്ദിഖിന്റെ പേജ് എടുത്ത് വായിച്ചു നോക്കിക്കോളൂ. ഞാൻ വായിച്ചതാണ് ആ പോസ്റ്റ്. അത് താങ്കൾ എടുത്ത് വായിച്ചോളൂ. അല്ല, ഇന്നലെ സിദ്ദിഖ് കേൾപ്പിച്ചു ആ പോസ്റ്റ്. സിദ്ദിഖ് ഇന്നലെ പോസ്റ്റ് പത്രലേഖയുടെ മുമ്പിൽ കേൾപ്പിച്ചു. വാർത്താലേഖയുടെ മുമ്പിൽ നിങ്ങളുടെ ചാനൽ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. വാർത്താലേഖയുടെ മുമ്പിൽ കേൾപ്പിച്ചു. അതിലെന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു സന്നദ്ധ സംഘടന പണിയുന്നതിന് തറക്കല്ലിടുന്നു. അത് അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ലാണ്ട് അത് ഈ വീട് പണിതു കൊടുക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടാവും ദുരന്തത്തിൽ
ആ ദുരന്തത്തിൽ ഏതൊക്കെ തരത്തിൽ വിധി വേട്ടയാടിയ പെൺകുട്ടിയാണെന്നറിയാമോ? ആ പെൺകുട്ടിക്ക് നൽകും എന്ന് പറഞ്ഞ വീടാണ്. അതിലിപ്പോൾ ആ ഫിലോ കാലിയ ഫൗണ്ടേഷൻ ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പക്ഷേ സിദ്ദിഖിന് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്ന് പറയരുത്. അങ്ങനെ കൈവിടാൻ പറ്റുന്നതാണോ അതെന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രീമതി രേണുക, നിങ്ങൾ ടി സിദ്ദിഖിന്റെ കാര്യത്തിൽ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പത്രലേഖയുടെ മുമ്പിൽ എനിക്കൊന്ന് 2024 സെപ്റ്റംബറിൽ ഏതൊരു ഡേറ്റിനാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചു. ആ ഡേറ്റ് കൃത്യമായിട്ട് ഞാൻ അടുത്ത ഇതിൽ വരുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സംഘടന എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു സിദ്ദിഖ് അല്ലതിൽ കുറ്റക്കാരൻ ഞങ്ങൾക്ക് പണിയാൻ പറ്റിയില്ല, സാമ്പത്തിക പ്രശ്നമുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കില്ലെങ്കിൽ ഞാൻ സിദ്ദിഖിന്റെ വിഷയം ഇവിടെ ഉന്നയിച്ചില്ല. ഞാൻ സിദ്ദിഖിന്റെ വിഷയം താങ്കളോട് ഉന്നയിച്ചില്ല. ഞാൻ താങ്കളോട് സിദ്ദിഖിന്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ചോദിച്ചില്ല. ഫിലോ കാലിയ ഫൗണ്ടേഷന്റെ വിശദീകരണം ഞാൻ കേട്ടതാണ്. പക്ഷേ ആ ഫൗണ്ടേഷന്റെ പേരിൽ അവിടെ തറക്കല്ലിട്ടിട്ട് അത് ഫേസ്ബുക്കിൽ തന്റെ നേട്ടമാക്കി അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കും വിധം പോസ്റ്റ് ഇട്ട വ്യക്തിക്ക് യാതൊരു ഉത്തരവാദിത്വവും അതിലില്ലേ എന്നൊരു സംശയമാണ് ഞാൻ ചോദിച്ചത് അങ്ങയോട്. അല്ലാണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് താങ്കളോട് ചോദ്യം ചോദിച്ചില്ല. തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഞാൻ ആ ചോദ്യം താങ്കളോട് ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. അതിൽ കയ്യടി മേടിക്കാൻ നോക്കിയവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. കയ്യടി മേടിക്കാൻ നോക്കിയവർക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ലേ എന്നതാണ് എന്റെ ചോദ്യം താങ്കളോട് ഉണ്ടായത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇപ്പോ കോൺഗ്രസ് എന്താണ് എത്രയാണ് അവർക്ക് ലഭിച്ച ഫണ്ട് എന്ന കാര്യം KPCC അധ്യക്ഷൻ വാർത്താസമ്മേളനം നടത്തി വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന തുക അല്പം കുറവാണ്. 5,38 ലക്ഷം രൂപയാണ് അവർക്ക് ലഭിച്ചത് എന്നതാണ് പറയുന്നത്. അത് വസ്തു വാങ്ങി അത് തീർന്നിട്ടുണ്ട്. ഇനി വീട് വെക്കണമെങ്കിൽ പൈസ വേണം. പക്ഷേ അതിന് ഇനി പണപ്പെരുവ് ഉണ്ടാകില്ല. KPCCയും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും അതിനുള്ള പണം തരും, അങ്ങനെ കണ്ടെത്തും. പിന്നീട് ആർക്കെങ്കിലും പണം നൽകണമെങ്കിൽ നൽകാം. ആ രീതിയിൽ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് കോൺഗ്രസ് പറയുമ്പോൾ നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ടതുണ്ടോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, ഫണ്ട് മുക്കിയതാണ് രേണുകയെ. ഇത് ആർക്കാണ് അറിയാത്തത്? ഈ ശ്രീകുമാർ ഒരു സ്വതന്ത്ര മാധ്യമ നിരീക്ഷകനൊക്കെ ആയിട്ടാണ് കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബഹുമാനപ്പെട്ട അദ്ദേഹത്തോട് അദ്ദേഹം എന്ത് യാത്രികനായാലും ഇത്തരം ചർച്ചയിൽ വരുമ്പോൾ നമ്മളെല്ലാം പാലിക്കേണ്ട മര്യാദയും മനുഷ്യത്വവുമുണ്ട്. ഇത് 2024 ജൂൺ 31 വയനാട്ടിലെ ചൂരന്മലയിലും മുണ്ടക്കയിലും ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ മനുഷ്യരുടെ ശവശരീരങ്ങൾ ചിന്നിച്ചിതറിയ മനുഷ്യാവയവങ്ങൾ കാണിച്ച് പിരിച്ചെടുത്ത പണമാണ്. ആ പണം 5,38 ലക്ഷമേ ഉണ്ടായിരുന്നു എന്ന് സണ്ണി ജോസഫ് പത്രസമ്മേളനം നടത്തിയാൽ ഞങ്ങൾ ആരും, ഈ കേരളത്തിലെ ബുദ്ധിയുള്ള സാമാന്യബോധമുള്ള ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ശ്രീകുമാറിന് കേൾക്കണമോ? 54 കോടിയിലേറെ ഇതാ ഞങ്ങളുടെ ആപ്പ് വഴിയുള്ള ധനസമാഹരണം എത്തി എന്ന് ഈ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് ഇവിടുത്തെ കോൺഗ്രസുകാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിച്ചതാണ്. നമ്മളെല്ലാം അത് കണ്ടവരാണ്. ഇവിടെ എന്താണ് വെറുതെ അജ്ഞത സൃഷ്ടിച്ച് അവിടുത്തെ 128 വീട്ടിലെ പ്ലംബിംഗ് പണി തീർന്നോ എന്നൊക്കെ ചോദിക്കുന്ന അയുക്തികതയും മനുഷ്യരാഹിത്യവും തീർച്ചയായിട്ടും കേരളീയ സമൂഹം ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ 5,38 ലക്ഷം ഇപ്പൊ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ 150 കോടിയിലേറെ പിരിച്ചതായിട്ട് വിവരങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ വന്നിരുന്നു. അത്തരം വിവരങ്ങൾ എന്നിട്ട് പണം എവിടെ എന്ന ചോദ്യം വന്നപ്പോഴാണ് ശ്രീകുമാർ ശ്രദ്ധിക്കണം, പാലക്കാട്ടെ കോൺഗ്രസിലെ ചില നേതാക്കൾ വളരെ ശക്തമായി പണം മുക്കിയതായുള്ള ആരോപണം ഉന്നയിച്ചത്. അങ്ങനെ മുക്കിയതായുള്ള ആരോപണം ഉന്നയിക്കുകയും അതിൽ മിസ്റ്റർ ശ്രീകണ്ഠൻ ഉണ്ടല്ലോ, പാലക്കാട്ടെ MP കൂടിയായിട്ടുള്ള ശ്രീകണ്ഠൻ ഈ പണസമാഹരണവുമായി ബന്ധപ്പെട്ട് ചില തട്ടിപ്പുകൾ നടന്നതായിട്ട് പറയുകയും എന്താണ് പറ്റുന്നതല്ലോ ഇതിന് പാനലിലുള്ള ആരോ ഇരിക്കുന്നിടത്തുണ്ടാകുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. സഹകരിക്കുക. ശ്രീ കെ ടി, തുടരാം. ശരി, അതിഥികളിലേക്ക് വരാം. എന്തോ സാങ്കേതിക പ്രശ്നമാണ്. എന്തായാലും വിഷയത്തിലേക്ക് വരാം. പറഞ്ഞോളൂ. പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ പല ഘടകങ്ങളും പണം മുക്കിയതായിട്ടുള്ള ആരോപണം ഉയർന്നു. അങ്ങനെ ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ചിലർക്കെതിരായ നടപടിയെടുത്തതായിട്ട് ശ്രീകണ്ഠൻ ഉണ്ടല്ലോ, അവിടുത്തെ MP, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം വരെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന കാര്യമാണ്.
എന്നിട്ടിപ്പോൾ യാതൊരു മനുഷ്യത്വവും മനസാക്ഷിക്കുത്തും ഇല്ലാതെ പറയുകയാണ് ഈ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത പണം അത്രയല്ലേ ഉള്ളൂ, ഇത് വെറുതെ ആരോപിക്കുന്നതല്ലേ, നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ. 5.38 കോടി രൂപ മാത്രമേ KPCC എന്ന പ്രസ്ഥാനത്തിന് പിരിച്ചെടുക്കാൻ കഴിയൂ. നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളുടെ സംഭാവനയുണ്ടാകും എന്നാ പറഞ്ഞത്. അത് മാത്രമാണോ? പ്രവാസി സംഘടനകൾ ഞങ്ങൾക്ക് സംഭാവന നൽകുമെന്നാ പറഞ്ഞത്. കോൺഗ്രസിന്റെ MP-മാർ, MLA-മാര്, മറ്റ് ജനപ്രതിനിധികള്, അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് സംഭാവന ചെയ്യും. KPST എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അധ്യാപക സംഘടന തന്നെ 1 കോടിയോളം രൂപ നൽകുമെന്ന് അവകാശവാദം ഉണ്ടായിരുന്നു. ഈ പണമെല്ലാം എങ്ങോട്ട് പോയി? നിങ്ങളുടെ സ്രോതസ്സുകളെ കുറിച്ച് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറയുന്ന ആപ്പ് എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ മുക്കിയത്? ഫണ്ട് മാത്രമല്ലല്ലോ, നിങ്ങൾ ആപ്പ് മുക്കിയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്? അപ്പൊ തട്ടിപ്പുണ്ട്, ധനാപഹരണമുണ്ട്, പാവപ്പെട്ട ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത പണം നിങ്ങൾ കവർന്നിട്ടുണ്ട്. അതിന് കേരള സമൂഹത്തോട് ഉത്തരം പറയാതെ ഞാമിഞ്ഞാ പറയരുത്. അവിടെ 128 വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? കൽപ്പറ്റ നഗരത്തിലാണ്. സെന്റിന് എത്രയാ റിയൽ എസ്റ്റേറ്റ് വാല്യൂ? അവിടുത്തെ ഭൂമിക്ക് 7 സെന്റ് ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റില് വീണ് പണിത് ആളുകൾക്ക് കൊടുത്തിരിക്കുക. അവിടെ പണിയൊക്കെ പൂർത്തീകരിക്കാനുണ്ടാകും, പ്ലംബിങ്ങിന്റെ ഒക്കെ വയറിങ്ങിന്റെ ഒക്കെ പണിയുണ്ടാവും. അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പിരിച്ചവണം ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചവണം മുക്കിയിരിക്കുന്നു. ആ കാര്യമാണ് കേരള സമൂഹം ചർച്ച ചെയ്തത്. അതിന് ഉത്തരം പറയാതെ ഞാമിഞ്ഞാ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു നിരീക്ഷകനും ഒരു സഹയാത്രികനും സാധ്യമല്ല. തീർച്ചയായും ശ്രീ നോബൽ, ഞാൻ നിതിൻ നോബൽ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് ഒന്നുകൂടി ശ്രീ N. ശ്രീകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ N. ശ്രീകുമാർ, നോക്കൂ, ഒരു വലിയ ദുരന്തം, ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പിടിച്ച ഫണ്ടാണ്. അതിൽ വലിയ ആശങ്കകൾ ഉയരുകയാണ്. 1 മാസം മുൻപ് രാഹുൽ ഗാന്ധി വന്ന് തറക്കല്ലിട്ട് പോയെടുത്ത് പണി തുടങ്ങാൻ പറ്റുന്നില്ല. പണി തുടങ്ങാനുള്ള പണം അക്കൗണ്ടിൽ ഇല്ല എന്ന് പറയുകയാണ്. അത് ആസൂത്രണത്തിന്റെ കുറവാണ് എന്നത് കൃത്യമാണ്. ഈ 100 വീട് കൊടുക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു പണപ്പിരിവ് നടത്തുമ്പോൾ അത് വെറും 5 കോടിയിൽ ഒതുങ്ങുന്നു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. എന്തായാലും താങ്കൾ പറയുന്നു അത്രയേ കിട്ടിയുള്ളൂ എന്ന് താങ്കൾ പറയുകയാണ്. അതാണ് വസ്തുതയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പുറത്തുവിടാമല്ലോ. ഇതൊരു ആപ്പ് വഴി സ്വീകരിച്ച പണമാണല്ലോ. എന്തുകൊണ്ടാണ് ആ ആപ്പ് ഒരു ഘട്ടത്തിൽ അപ്രത്യക്ഷമായി പോയത്? വലിയ ഉദ്ദേശത്തോട് തുടങ്ങിയ ആപ്പാണല്ലോ, അതിന് തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചല്ലോ. ഈ വലിയ ദുരൂഹത ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോൾ ആ ദുരൂഹത മാറ്റാനെങ്കിലും ആ ആപ്പ് ഉപയോഗിക്കണ്ടേ? എന്തുകൊണ്ട് അതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നില്ല? ശ്രീമതി രേണുക, നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിപ്പിക്കാൻ പ്രയാസമാണ് ചിലര്, പക്ഷെ ചിലര് വിശ്വസിച്ചാൽ അത് ശരിയാണെങ്കിലും അത് വിശ്വസിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് തർക്കിക്കാൻ ഞാനില്ല. ഞാൻ പറയുന്നത് KPCC പ്രസിഡന്റ് ഇന്നലെയാണ് വാർത്താ സമ്മേളനം നടത്തിയത്, 1 മാസം മുമ്പൊന്നുമല്ല. ഇന്നലെ വാർത്താ സമ്മേളനം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, ഇതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ട് CPM, ഇപ്പൊ KT കുഞ്ഞിക്കണ്ണൻ ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ, മുങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ മുങ്ങി എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ ആ ജനങ്ങൾക്കിടയിൽ. കോൺഗ്രസ് ഫണ്ടുമായിട്ട് മുങ്ങി, അങ്ങനെ വന്നപ്പോഴാണ് തിരിച്ചു ചോദിച്ചത്. അപ്പൊ തിരിച്ചു ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു ആ കണക്കൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇതുവരെ ഇപ്പൊ കൃത്യമായിട്ട് ഇത് കൃത്യമായിട്ടൊരു ഇത് ജനങ്ങൾക്ക് കിട്ടിയേനെ, കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയേനെ. എന്താണ്? ഒരു സംവാദത്തിന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു. ആ സംവാദം നടന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചല്ലോ. മറ്റുള്ളവരുടെ ആരോപണം ഞാൻ തള്ളിക്കളയാണ്, അത് രാഷ്ട്രീയ ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ഇങ്ങനെ വീട് വെച്ചില്ല. അപ്പൊ മുഖ്യമന്ത്രിക്ക് VD സതീശനോട് നേരിട്ട് ചോദിക്കായിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യത കളയാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഡാറ്റാസ് ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ കയ്യില്. സംവാദത്തിന് തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ ചോദ്യം. ശ്രീ N. ശ്രീകുമാർ, അദ്ദേഹം സംവാദത്തിന് തയ്യാറാവുകയോ ഒളിച്ചോടിയോ എന്തോ ചെയ്തോട്ടെ, വയനാട് ദുരന്ത ബാധിതരുടെ പേരിൽ വാങ്ങിച്ച പണത്തിന്റെ വ്യക്തത നേടുമ്പോൾ സംവാദത്തിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ വ്യക്തത വരുത്തണ്ടേ? ആ ദുരന്ത ബാധിതരുടെ മുന്നിൽ വ്യക്തത വരുത്തണ്ടേ? ആ ദുരന്ത ബാധിതർക്ക് നല്ല ഒരു ഭാവി ഓർത്തുകൊണ്ട് സംഭാവന ചെയ്ത മനുഷ്യരെ നിങ്ങൾ കാണണ്ടേ? ആ മനുഷ്യരോട് കൂടി ചെയ്യുന്ന നിന്ദയാണല്ലോ ഇത്. ഇനി ഒരു ദുരന്തമുണ്ടായാൽ ആരെങ്കിലും പണം തല്ലുമോ സഹായിക്കുമോ എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അവിടെ വ്യക്തത വരുത്തുക എന്നത് മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറായാലും അല്ലെങ്കിലും വേണ്ടുന്ന കാര്യമാണ്. വലിയ ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. ഒരു ദുരന്തത്തെ വിറ്റ് കാശാക്കിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പണം ഉണ്ടാക്കിയോ എന്നൊരു ആരോപണം ഒരു രാഷ്ട്രീയ പാർട്ടി നേരിടേണ്ടി വരുമ്പോൾ അത് എത്രമാത്രം മോശം പ്രതിച്ഛായ ഉണ്ടാക്കുമെന്നത് താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. അവിടെ വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. അവിടെ ആപ്പ് എവിടെ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് ആപ്പ് അപ്രത്യക്ഷമായി എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് ഈ ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നില്ല? അവിടെ
പ്ലാൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിലൊക്കെ വ്യക്തത വരണമെങ്കിൽ മറുപടി നൽകണം, അത് തുറന്നു കാട്ടണം. അത് ചെയ്യുന്നില്ല. നോക്കൂ ശ്രീമതി രേണുക, നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്റെ മേൽവിലാസത്തിൽ വേണ്ട. അതായത് ന്യൂസ് 18 എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ മേൽവിലാസത്തിൽ വേണ്ട. അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ നിഗമനങ്ങളാണ്, അത് ഞാൻ തിരുത്താൻ എനിക്ക് പറ്റില്ല. നിങ്ങളുടെ നിഗമനങ്ങൾ, ന്യൂസ് 18 നിഗമനങ്ങൾ തിരുത്താൻ എനിക്കാവില്ല. KPCC പ്രസിഡന്റ് പറഞ്ഞ കണക്കിന് ഒരു കോൺഗ്രസ്സുകാരനും ചോദ്യം ചെയ്തിട്ടില്ല. ശ്രീ കുഞ്ഞക്കണ്ണൻ പറഞ്ഞൊക്കെ തെറ്റാണ്. ഒരു പാലക്കാടും ചോദ്യം ചെയ്തിട്ടില്ല. അത് കോഴിക്കോടാ, വയനാടാണ് ഈ സംഭവം. ഒരു കോൺഗ്രസ്സുകാരനും ചോദ്യം ചെയ്തിട്ടില്ല. ഒരു പാലക്കാട് പിരിച്ചു ശ്രീകുമാറെ, പാലക്കാട് പിരിച്ച വണ്ട് മുക്കിന്ന ആരോപണം വന്നത്. അല്ല ഞാൻ പറയാം നല്ല ചോദ്യം. തരികിട കളിക്കരുത് കേട്ടോ ഇത്തരം ചർച്ചകളിൽ. നമ്മളെല്ലാം തന്നെ ഒരു നിലപാട് പറയുന്നതിൽ അപ്പുറത്ത്. താങ്കൾ ഇപ്പൊ ചോദിച്ച ചോദ്യം നല്ല ചോദ്യം. എനിക്ക് മറുപടിക്കുള്ള ചോദ്യം ഞാൻ പറഞ്ഞുതരാം. 2 മിനിറ്റ് കൊണ്ട് രേണുക, ഞാൻ 1 മിനിറ്റ് കൊണ്ട് തീർക്കാം. അതായത് ശ്രീമതി രേണുകയുടെ ഒരുപാട് നിഗമനങ്ങളുണ്ട്. ആ നിഗമനങ്ങൾ അവിടെ നിൽക്കട്ടെ. KPCC പ്രസിഡന്റ് പറഞ്ഞതിന് ഒരു കോൺഗ്രസ് നേതാവോ കോൺഗ്രസ്സുകാരോ വയനാട്ടിലുള്ളവരോ ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ മറ്റുള്ളത് മറ്റേ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞത് VD സതീശൻ പോലും പണം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞവരാണ് ഈ CPM. അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് VD സതീശൻ പോലും പണം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞവരാണ് CPM. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോ ചർച്ചയാവാൻ കാരണം എന്താണ്? ശ്രീ കുഞ്ഞിക്കണ്ണൻ പ്രത്യേകം കേൾക്കണം. അതായത് CPMന്റെ ഇതുപോലത്തെ, ഇതിപ്പോ വീടിന്റെ കാര്യം, അതുപോലെ CPMല് ഒരു രക്തസാക്ഷി ഫണ്ട് വിവാദം വന്നു പയ്യന്നൂരിലത്തെ. അവിടെ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് ആ പണം മുക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഒരാള് പത്രസമ്മേളനം നടത്തി പറഞ്ഞ് അദ്ദേഹത്തെ പുറത്താക്കി. അപ്പൊ അതിൽ CPMനുള്ളിൽ ചോദ്യം വന്നു. ഇവിടെ കോൺഗ്രസിനുള്ളിൽ ചോദ്യം വന്നിട്ടില്ല. CPMനുള്ളിലെ ചോദ്യം വന്നത് കോൺഗ്രസ്സുകാരല്ല ചോദിച്ചത്. CPMന്റെ കുഞ്ഞിക്കണ്ണനും അതുപോലെ എന്റെ TK ഗോവിന്ദനുമാണ് അവിടുത്തെ വിഷയങ്ങൾ പറഞ്ഞത്. തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ കാര്യം വന്നത് അങ്ങനെയാണ്, അഭിമന്യുവിന്റെ കാര്യം പിന്നെ വന്നത് അങ്ങനെയാണ്, ധനരാജന്റെ കാര്യം വന്നത് അങ്ങനെയാണ്. ഇപ്പൊ തൃശ്ശൂര് ഒരു തൃശ്ശൂർ പറഞ്ഞുകൊണ്ടാണ്, പേര് മറന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇത് അവർ പറഞ്ഞതാ, ഇത് കോൺഗ്രസ്സുകാർ പറഞ്ഞതല്ല. കോൺഗ്രസിന്റെ വയനാട് ഫണ്ടിനെ കുറിച്ച് ഒരു കോൺഗ്രസ്സുകാരന് തർക്കം ഉന്നയിച്ചിട്ടില്ല, ഒരു വയനാട്ടുകാരനും തർക്കം ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല അവിടെ DYFI കുടിൽ കെട്ടി സമരത്തിന് പോയപ്പോൾ ആ സമരത്തിനെതിരെ പ്രതികരിച്ചത് അവിടുത്തെ ഈ ദുരന്തത്തിൽപ്പെട്ട ഒരാളുടെ കുടുംബം കാറിൽ വന്നിട്ട് പ്രതികരിക്കുന്നതും ന്യൂസ് 18 വന്നോ എനിക്കറിയില്ല, ചാനലുകൾ കാണിച്ചു. അപ്പൊ ഇത് ആർക്കാ ഇത് ശങ്കയർക്ക? തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന്റെ ശങ്ക തീർക്കാൻ പറ്റില്ല. കാരണം അവർക്കൊരു അജണ്ടയുണ്ട്, കാരണം അവർ വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് മറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യം അവിടെ ഇരിക്കട്ടെ, ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാഷ്ട്രീയമായ താല്പര്യം എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ താല്പര്യത്തിന് നിന്നു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. നിങ്ങൾ ഒരു കാര്യം പറയാം, കോൺഗ്രസിൽ ഏതെങ്കിലും ഉന്നത നേതാവ് ഈ ഫണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ചയാക്കാം. CPMന് പറഞ്ഞിട്ടുണ്ട്, രക്തസാക്ഷി ഫണ്ടിനെ കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാരല്ല പറഞ്ഞത്. അത് ഞാൻ പറയാം. ഇവിടെ ദുരന്ത ബാധിതരുടെ വീടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ CPMന്റെ ഏതോ രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ച് ചോദിക്കുക എന്ന് പറയുന്നത് തന്നെ എങ്ങനെ ശരിയാകുമെന്ന് എനിക്കറിയില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് അവിടെ ക്രമക്കേട് നടക്കുകയോ അവിടെ ആരോപിച്ച ആരോപണങ്ങൾ സത്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അത് ചൂണ്ടിക്കാട്ടിയാണോ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി പിരിച്ച പണത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടത്? ശ്രീ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് മതി. കുഞ്ഞിക്കണ്ണൻ മാഷ് ഇത് പറഞ്ഞത് കൊണ്ട് ഞാനത് കൂട്ടിച്ചേർത്തതാണ്, ഞാനത് പറയാൻ ഉദ്ദേശിച്ചതല്ല. KPCC ഫണ്ടാണ് ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത്. അത് വയനാട് ഫണ്ടിനെ കുറിച്ച് KPCC വ്യക്തത വരുത്തിയാൽ ആ വ്യക്തതയോടുകൂടി അതവിടെ കഴിഞ്ഞു. പിന്നെ അത് കുത്തിപ്പൊക്കുന്നത് ദുരുദ്ദേശം കൊണ്ടാണ്. എങ്ങനെ കഴിയും ശ്രീ? അങ്ങനെ കഴിയും എന്ന ആത്മവിശ്വാസമാണോ ഈ നിലയിൽ കാര്യങ്ങൾ എത്തിച്ചത്? ശ്രീ N. ശ്രീകുമാർ, നോക്കൂ, ഏറ്റവും മാതൃകാപരമായി അവിടെ ദുരന്ത ബാധിതർക്ക് ആദ്യഘട്ട വീടുകൾ നിർമ്മിച്ച് കൈമാറിയത് ലീഗിന്റെ നേതൃത്വത്തിലാണല്ലോ, UDFന്റെ ഘടകകക്ഷിയാണല്ലോ. എങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തനം എന്നത് നമുക്ക് നോക്കിക്കാണാമല്ലോ. ഫർണിച്ചർ ഉൾപ്പെടെയാണ് വീടുകൾ കൈമാറിയിരിക്കുന്നത്. അവിടെ ദുരന്ത ബാധിതർ താമസം തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങളുമാണ് ലഭിക്കുന്നത്. നോക്കൂ, അത്ര മാതൃകാപരമായി ലീഗിന് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ സംഘടനയാണ് കോൺഗ്രസ്. അതിനേക്കാൾ എത്രയോ ഇരട്ടി ഫണ്ട് സമാഹരിക്കാൻ കഴിയുന്ന സംഘടനയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന് വെറും നിസാരമായിട്ടുള്ള 5,38,00,000 രൂപയാണ് ലഭിക്കുന്നതെന്ന് പറയുന്നു. മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും പറ്റുന്നില്ല. കല്ലിട്ടു, പണി തുടങ്ങി എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അവിടെ പണി തുടങ്ങിയോ? അങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടോ? പണി തുടങ്ങാനുള്ള പണം അക്കൗണ്ടിലുണ്ടോ? പിന്നെ
ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് എവിടെയെങ്കിലും ഉണ്ടോ? ആരുടെ പേരിലാണ് അക്കൗണ്ട്? എങ്ങനെയാണ് ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്? ഏത് ബാങ്കിലാണ് അക്കൗണ്ട്? എപ്പോഴാണ് ഈ പണം പിൻവലിച്ചത്? ഇതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ ശ്രീമതി രേണുക, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു KPCC പ്രസിഡന്റ് കൃത്യമായിട്ട് ഇന്നലെ കണക്ക് പുറത്തു വിട്ടിട്ട് ആ കണക്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, 97 ലക്ഷം രൂപ KPCC ഫണ്ടിൽ നിന്നും എടുത്ത് ഇങ്ങോട്ട് മാറ്റിയെന്നും കൃത്യമായി പറഞ്ഞു. പണമില്ല. അത് കൃത്യമായി KPCC പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളിൽ പണമില്ല. ലീഗ് പണിത വീട്ടിലെ എല്ലാ സൗകര്യങ്ങളോടെ അവിടെ താമസിച്ചു. ഗവൺമെന്റ് പണിത വീട്ടിലെ സൗകര്യങ്ങളെല്ലാം ഉദ്ഘാടനം നടത്തി അവിടുത്തെ ജനങ്ങളെ പറ്റിച്ചു. KPCCയുടെ കയ്യിൽ ഫണ്ടില്ല, തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവാക്കി. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഈ നാട്ടിൽ ആർക്കും പറ്റില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇത് ആളുകളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണോ, അതോ അത് വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ തെളിവുകൾ നിരത്തി അത് വ്യക്തത വരുത്താൻ കഴിയാതെ പോകുന്നതാണോ എന്നത് ജനം വിലയിരുത്തട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ സംഷാദ് മരക്കാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സംഷാദ് മരക്കാർ, വയനാട്ടിലെ ദുരന്ത ബാധിതരെ കോൺഗ്രസ് വഞ്ചിച്ചു എന്ന ഒരു തോന്നൽ പൊതുവെ ഉണ്ടായിരിക്കുകയാണ്. 100 വീട് വാഗ്ദാനം ചെയ്തിട്ട് ഒരു വീടിന്റെ പോലും പണി തുടങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. പണി നടക്കുന്നു എന്ന് പറഞ്ഞത് VD സതീശനാണ്, പക്ഷേ അവിടെ പണി തുടങ്ങിയിട്ടില്ല എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന വിഷയമായി തന്നെ ഇത് മാറുകയാണ്. ഈ ഉയരുന്ന സംശയങ്ങളിൽ വ്യക്തത വരുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എത്തിയിരുന്നില്ല, എന്നാലും ചർച്ചയുടെ ചില ഭാഗങ്ങളൊക്കെ കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആങ്കർ എന്നുള്ള രീതി താങ്കളുടെ സംശയം കോൺഗ്രസിന്റെ പണം പിരിച്ചതിൽ മാത്രമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. കോൺഗ്രസ് പിരിച്ച തുകയെ കുറിച്ചും അത് എത്ര തുക കിട്ടി എന്നുള്ളത് കൃത്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയുണ്ടായി. ഞങ്ങൾ വാങ്ങിയ ഭൂമിയും പറയുകയുണ്ടായി. ഒന്നാമത്തെ ഭൂമിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി, രണ്ടാമത്തെ ഭൂമിയുടെ പേയ്മെന്റ് പൂർത്തിയായി, അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. താങ്കൾ ഈ ചോദ്യം ഒന്നും CPMന്റെ പ്രതിനിധിയായ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അടക്കം ഈ ചർച്ചയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ തിരിച്ചു നിങ്ങളോട് ചോദിക്കുന്നത്, കോൺഗ്രസ് പിരിച്ചപ്പോൾ 5 കോടി രൂപയെ കിട്ടിയുള്ളൂ എന്നുള്ളത് സംശയോക്തിയോടുകൂടെ നിങ്ങൾ കാണുന്നത്. അത്രയും കിട്ടിയിട്ടുണ്ടാകുമല്ലോ, അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ താങ്കൾക്ക് തോന്നുന്നുണ്ട്. ദേശീയ തലത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി പിരിച്ചിട്ട് കിട്ടിയ തുക എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയാണ്. അതിൽ താങ്കൾക്ക് സംശയമില്ല. ആ 92 ലക്ഷം രൂപയാണോ ദേശീയ തലത്തിൽ CPM പോലെയുള്ള ഒരു പാർട്ടി പിരിച്ചിട്ട് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം താങ്കൾക്കില്ല. DYFI 20 കോടി രൂപ കൊടുത്തത് CMDRFിലേക്കാണോ എന്നുള്ളത് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഏത് അക്കൗണ്ടിലേക്ക്, CMDRFിലേക്കാണോ DYFIയുടെ 20 കോടി രൂപ കൊടുത്തത്? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് DYFI CMDRFിന്റെ ഒരു രജിസ്റ്റേർഡ് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ആര് പണം കൊടുത്താൽ അതെന്താണ് ഇത്ര കാലമായിട്ട് DYFIയുടെ ഭാഗത്ത് നിന്നും അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പൊതുമധ്യത്തിലോ കാണിക്കാത്തത്? 1. 2, CMന്റെ പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് ചെക്ക് കൈമാറിയത് ഒരു വേദിയിൽ വെച്ച് CMDRF എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടാണ് ഈ പണത്തിന്റെ ക്രയവിക്രയം നടക്കുന്നത്. അപ്പൊ അന്ന് ചെക്ക് കൊടുക്കുമ്പോൾ DYFIയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇല്ലാത്ത പണം കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് ചെക്ക് കൊടുത്തത് എന്ന് CPMന്റെ പ്രതിനിധി പറയണം. അല്ലെങ്കിൽ ആ പണം അന്ന് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ 10 മാസം കഴിഞ്ഞിട്ടാണ് കൈമാറിയത് എങ്കിൽ ഈ 10 മാസം ഏത് ബാങ്കിൽ പണം നിക്ഷേപിച്ചു, അതിന്റെ പലിശ ആരെടുത്തു, അത് CPMന്റെ പ്രതിനിധി പറയട്ടെ. CMDRFിലേക്കാണോ DYFI പണം നൽകിയതെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് എന്താ കാണിക്കാത്തത്? ഇനി താങ്കൾ കോൺഗ്രസിനോട് ചോദിക്കുന്ന ചോദ്യം, ഇത്ര തുകയെ കിട്ടിയുള്ളൂ എന്ന് ആങ്കറായ താങ്കൾക്കുണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് കോൺഗ്രസിന് കൂടുതൽ പണം കിട്ടുമെന്നുള്ള ധാരണയിലാണ്. പക്ഷേ ഞങ്ങൾ കിട്ടിയ 5 കോടി 38 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ എന്നുള്ളതും അതിന്റെ ചെലവും ഞങ്ങൾ പറയുന്നത് താങ്കൾക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല. അത് താങ്കളുടെ വിശ്വാസം താങ്കൾ നിലനിർത്തട്ടെ. CPM ദേശീയ തലത്തിൽ പിരിച്ചത് 92 ലക്ഷം രൂപ ഒരു അക്കൗണ്ട് വഴിയാണ്. ഇടപെട്ടോട്ടെ ശ്രീ സംഷാദ്, ഇതിപ്പോ 54 കോടി രൂപയുടെ സ്ക്രീൻഷോട്ടൊക്കെ 54 കോടി രൂപയുടെ സ്ക്രീൻഷോട്ടൊക്കെ പൊതു ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ വസ്തുത എത്രമാത്രമാണ് എന്നത് കണ്ടെത്തിക്കോട്ടെ. പക്ഷേ ഈ ആപ്പ് ഒരു ആപ്പ് വഴിയാണല്ലോ ഈ പണം പിരിച്ചത്. എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ആ ആപ്പ് അപ്രത്യക്ഷമായി പോകുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ
ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പിരിച്ച പണമാണെങ്കിൽ കൂടുതൽ വ്യക്തതയുള്ള തെളിവുകൾ നിങ്ങൾക്ക് പുറത്തു നൽകാമല്ലോ. എന്തുകൊണ്ടാണ് അത് നൽകാത്തത്? ഇത് ഒരു അക്കൗണ്ട് വഴി നടന്ന ട്രാൻസ്ഫർ ആണല്ലോ. ആ അക്കൗണ്ടിൽ എപ്പോഴാണ് ഈ പണം പിൻവലിച്ചത്, എന്തിനു വേണ്ടിയാണ് പിൻവലിച്ചത് എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്താമല്ലോ. എന്തുകൊണ്ടാണ് ആ വ്യക്തത ഉണ്ടാകാത്തത്? അപ്പൊ അതേ ഒരു വ്യക്തതയാണ് ഞാൻ ആങ്കറായ താങ്കളോടും ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനോടും ചോദിച്ചത്. CPM ദേശീയ തലത്തിൽ പിരിച്ചത് ഞാനത് CPM-നോട് ചോദിക്കാന്നേ. CPM-നോട് ഞാനത് ചോദിക്കാം. ഞാൻ താങ്കളോട് ചോദിച്ചതിനുള്ള മറുപടി പറയൂ. താങ്കളിപ്പോ ഈ ചർച്ച തുടങ്ങി അരമണിക്കൂറായിട്ടും താങ്കൾ ഈ ഒരു ചോദ്യം താങ്കൾ ചോദിക്കാത്തത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇത് ശരി, ഞങ്ങൾ ആപ്പ് വഴിയാണ് പണം പിരിച്ചത്. ആപ്പിന് ചെലവായ തുക ഞങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയപരിധി വെച്ച് കഴിഞ്ഞാൽ ആ സമയപരിധിയിൽ പിരിവ് അവസാനിക്കും. അല്ലാതെ ഇത് എല്ലാ കാലവും നീണ്ടു നിൽക്കുന്ന ഒരു പിരിവ് ഒരാളും നടത്താറില്ല. ഒരു സമയപരിധി വെച്ചു, ഞങ്ങളുടെ സമയപരിധി വെച്ചു. ഞങ്ങൾ ആ സമയപരിധിക്ക് ആപ്പിൽ നിന്നും ഞങ്ങൾ പിരിവ് നിർത്തി. ഞങ്ങൾ കിട്ടിയ പണം ബാങ്കിലേക്ക് നിക്ഷേപിച്ചു. അതിൽ നിന്നും 3.20 ഏക്കർ ഭൂമി വാങ്ങി. അതിന്റെ പണം ഞങ്ങൾ നൽകി. 2.7 ഏക്കർ ഭൂമിക്ക് ഞങ്ങൾ പണം നൽകി. അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവുന്നു. അവിടെ ലാൻഡ് ക്ലിയറൻസ് ഞങ്ങൾ നടത്തി. ഇനി അവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ തറക്കല്ല് വീട് പണിയുടെ എല്ലാം പൂർത്തിയായിട്ടാണ് തറക്കല്ലിടുക എന്നുള്ളതൊക്കെയാണ് താങ്കൾ ചെറിയ കുട്ടികൾ ചോദിക്കുന്ന പോലുള്ള ചോദ്യമാണ്. ആ സ്ഥലത്ത് തറക്കല്ല് ഞങ്ങൾ ഇട്ടത് അവിടെ ഭൂമി നിർമ്മാണം നടത്താൻ പറ്റുമെന്നുള്ളതും അവിടെ ഭൂമിയിൽ വീട് വെക്കുന്നതിന് യാതൊരുവിധ നിയമപ്രശ്നങ്ങളില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ അതിന്റെ ഘട്ടത്തിലേക്ക് നടന്നത്. ഇനി ആ സ്ഥലം പ്ലോട്ട് തിരിക്കണം. പ്ലോട്ട് തിരിച്ച് ജില്ലാ ടൗൺ പ്ലാനറിൽ നിന്നും ഞങ്ങൾക്ക് അനുമതി കിട്ടണം. ഈ ഇലക്ഷന്റെ സമയത്ത് ഞങ്ങൾ അത് ചെയ്യും. ഈ ഇലക്ഷൻ സമയം അനുമതി കിട്ടിയില്ല എന്നുള്ളത് താങ്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പോ അനുമതി കിട്ടിയില്ല, അവിടെയാണ് പണി തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ പണി തുടങ്ങുക എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഞങ്ങൾ ആ ഭൂമി വാങ്ങുന്നതിന് മുമ്പ് ആ ഭൂമി എങ്ങനെയായിരുന്നു എന്നും ഞങ്ങൾ ആ ഭൂമി വാങ്ങിയ 1 മാസത്തിനുള്ളിൽ ആ ഭൂമിക്ക് ഞാൻ താങ്കളെ തിരിച്ചു വരാം. നമുക്കൊപ്പം ഇപ്പോൾ നിതിൻ നോബൽ കൂടി ചേരുകയാണ്. താങ്കൾ പറഞ്ഞതിൽ നമുക്കൊരു വ്യക്തതയും കൂടി വരുത്താം. നിതിൻ നോബൽ ചേരുകയാണ്, ഇൻഫ്ലുവൻസർ ആണ്. ഈ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ പോയി എന്താണ് വയനാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്നത് പഠിക്കുകയും അത് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് നിതിൻ. വലിയ ഏറ്റുമുട്ടലാണ് വയനാട്ടിലെ ദുരന്ത ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ചർച്ചകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നോക്കൂ, താങ്കൾ അവിടെ കണ്ടതെന്താണ്? സർക്കാർ 178 വീടുകൾ നിർമ്മിച്ചു. ലീഗിന്റെ 55 വീടുകൾ, കോൺഗ്രസ് 100ഓളം വീടുകൾ നൽകുമെന്ന് പറഞ്ഞു. ഇവർ പറയുന്നത് പോലെ കോൺഗ്രസിന്റെ ഭൂമിയിൽ വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ വീടുകളിൽ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണോ? എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യം? ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ തെറ്റായ ഒരു കഥ പല അജണ്ടകളോടും കൂടെ ഇവിടെ റിലീസ് ചെയ്ത സമയത്ത് കേരളത്തിന്റെ യഥാർത്ഥ കഥ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര നടത്തിയ ആൾക്കാരാണ് ഞാനും മറ്റു കുറച്ച് സുഹൃത്തുക്കളും കൂടെ. അപ്പൊ ഞങ്ങളുടെ ആദ്യം തന്നെ ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നത് ഈ യാത്ര അവസാനിക്കേണ്ടത് വയനാട്ടിലാണ്. കാരണം വയനാടെന്ന് പറയുന്നത് കേരളത്തിന്റെ യഥാർത്ഥ കഥ പറയാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥലമാണ്. അതിന്റെ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ചൂരൽമലയിലെ അവർക്ക് വേണ്ടിയിട്ട് പുനരധിവാസമായിട്ട് ചെയ്തിരിക്കുന്ന കൽപ്പറ്റയിലെ ആ ടൗൺഷിപ്പിൽ വന്ന് അവസാനിപ്പിക്കണമെന്നാണ്. പക്ഷെ അതിനൊപ്പം ഞങ്ങൾ വിചാരിച്ചു മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്ഥലങ്ങളും കൂടെ പോയി കാണണമെന്ന്. ശരിക്കും പറഞ്ഞാല് ഈ വയനാടിനെ പറ്റിയിട്ട് ചർച്ച നടത്തുന്ന നമ്മുടെ കേരളത്തിലുള്ള 90% ആളുകളും ഈ സ്ഥലം നേരിട്ട് കണ്ടിട്ടില്ല. കൽപ്പറ്റയിൽ ഈ ടൗൺഷിപ്പ് നേരിട്ട് കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് തോന്നുന്ന ഒരു വികാരം നമുക്ക് അവിടെ ഉണ്ടാവും. എത്ര മനോഹരമായിട്ടാണ് അവിടെ വീടുകൾ പണിതിരിക്കുന്നത്. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മുസ്ലിം ലീഗിന്റെ വീടുകൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു. വീട് ഇൻ ദ സെൻസ് എടുക്കുകയാണെങ്കിൽ, കാരണം ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അത്രയും ഫേർണിഷ്ഡ് ഒന്നും ആയിട്ടില്ല എങ്കിലും വളരെ മനോഹരമായിട്ടൊരു മോഡേൺ വില്ല പ്രൊജക്ട് പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ യാത്ര ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിന്റെ സ്ഥലവും പോയി കണ്ടിരുന്നു. എന്തെങ്കിലും പണി തുടങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയൊരു വിഷമമാണ് ഉണ്ടായി. ഇപ്പൊ ഈ ചർച്ചയുടെ ആദ്യം സംസാരിച്ച ശ്രീകുമാർ സാർ പറയുകയുണ്ടായി, അവിടെ വീട് പണിയാത്തതിൽ കോൺഗ്രസ്സുകാർക്കൊന്നും ഒരു പരാതിയും ഇല്ല എന്നുള്ളത്. കോൺഗ്രസ്സുകാരുടെ പരാതിയുടെ കാര്യമല്ല ബഹുമാനപ്പെട്ട സാർ പറയുന്നത്. ഞങ്ങളടക്കമുള്ള സാധാരണക്കാർ, ഇപ്പൊ എനിക്കൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളതല്ല, ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ, ഇങ്ങനെയുള്ള സാധാരണ ജനങ്ങൾ അവരുടെ സംശയം ക്ലിയർ ചെയ്ത് തരേണ്ട അത്രയും ട്രാൻസ്പെറൻസി നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നൊരു പരാതി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് ഉറപ്പാണ് കോൺഗ്രസ്സുകാരുടെ ഇടയിലും ഈ സംശയമുണ്ട്. പക്ഷേ അവരൊരു പാർട്ടിയെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, ഇലക്ഷൻ വരികയാണ്, അതുകൊണ്ട് അവർ പലരും തുറന്നു പറയാൻ മടിക്കുകയാണ്.
ഇപ്പോ ഈ ഒരു കണക്ക് കാണിച്ചു, ഇന്നലെ KPCC പ്രസിഡന്റ് വന്നിട്ട് വളരെ വിശദമായിട്ടൊരു കണക്ക് കാണിച്ചു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ടുവന്ന അവരുടെ തന്നെ ഒരു പ്രകടന പത്രികയുടെ പുറകിൽ എഴുതിക്കൊണ്ടുവന്ന ഒരു കണക്ക് കാണിക്കുന്നതാണോ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? ഒരു ആപ്പ് വഴിയാണ് അവർ പിരിച്ചു എന്ന് പറയുന്നു. അത്രയും ടെക്നിക്കലി വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ആണെങ്കിൽ അതുവഴി തന്നെ അവർക്ക് കണക്ക് കാണിക്കാമല്ലോ. ഇപ്പൊ എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സാറ് പറയുന്നുണ്ടായിരുന്നു ഒരു ടൈം എത്തിയപ്പോൾ ആ ആപ്പിന്റെ ഉപയോഗം അവസാനിപ്പിച്ചു എന്ന്. പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ആപ്പ് ഉപയോഗിച്ച് അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് കാണിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രാൻസ്പെറൻസി കുറവ് അവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നൊരു സാധാരണക്കാരന്റെ സംശയം കൂടെ നിങ്ങൾ ക്ലിയർ ചെയ്ത് തരണ്ടേ? ഇപ്പോ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ 9 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടാണ് ആപ്പ് ബിൽഡ് ചെയ്തതെന്ന് പറയുന്നു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. 9 ലക്ഷം രൂപയ്ക്ക് എത്ര മികച്ച ഒരു ആപ്പ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ആപ്പ് പെട്ടെന്ന് ഒരു ദിവസം നിർത്തിയാലും അതിന് ക്രാഷ് ആയി പോയാലും അതിന്റെ ഡേറ്റ വളരെ വ്യക്തമായിട്ട് നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു ട്രാൻസ്പെറൻസി കുറവ് ഈ ഒരു കാര്യത്തിൽ ഇല്ലേ എന്ന എല്ലാ കേരളത്തിലെ സാധാരണക്കാരായ എല്ലാ ജനങ്ങളുടെയും ഇവിടെ ഇതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമിക്കുന്നത് വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ കൂടെയാണ്. അവരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ കണക്ക് പറഞ്ഞിട്ട് ഇവിടെ വോട്ട് പിടിക്കുകയും വോട്ട് ചോർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം എത്തി. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചകൾ അവർ കാണാതെ ഇരിക്കട്ടെ, കേൾക്കാതെ ഇരിക്കട്ടെ എന്ന് ആശിച്ചതും അതുകൊണ്ടാണ്. ശ്രീ നിതിൻ, ഞാൻ ഒരു കാര്യത്തിൽ കൂടി വ്യക്തത, ഈ കോൺഗ്രസിന്റെ ഭൂമിയിൽ ഇതുവരെ നടന്ന, നിങ്ങൾ പോയപ്പോൾ വരെ നടന്ന പണികൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടി ഒന്ന് നൽകുമോ? കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആ കാര്യത്തിൽ നൽകുമോ? ഞാൻ ഈ ചർച്ച തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുൻപ് 6:55 അവിടെയുള്ള വയനാടിൽ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ വീട് ലഭിച്ച എന്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും പണി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതുവരെയും ഒരു പണിയും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ സർക്കാരിന്റെ വീട്ടിൽ ഇനി എന്താണ് പെൻഡിങ് ഉള്ളതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീടല്ല അവിടെ വയ്ക്കുന്നത്, ഒരു വലിയ ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള പ്രോജക്ട്, അതുപോലെ തന്നെ അവർക്കുള്ള പവർ സപ്ലൈ യൂണിറ്റ്, ഒരു KCBയുടെ ഒരു വലിയ പ്രോജക്റ്റ് ആണ്. 55 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ആണ് അവിടെ പണിയപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഇപ്പൊ ഒരു സെപ്റ്റിക് ടാങ്ക്, ഒരു വീട്ടിലേക്ക് ഒരു സെപ്റ്റിക് ടാങ്ക് അവിടെ ചെയ്യുന്ന, അവിടെ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തന്നെ ചെയ്യണം. അപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ടുള്ളതല്ല ഇതെല്ലാം ചെയ്യേണ്ടത്. വിഷുവിന് മുൻപ് തീർച്ചയായും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കാം എന്ന സന്തോഷത്തിലാണ് അവിടെ വീട് കിട്ടിയ ആളുകൾ. ഈ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഫണ്ടിന്റെ കാര്യത്തിൽ ആളുകൾക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് വീട് കിട്ടിയവർക്ക് അവർക്ക് സന്തോഷമുണ്ടെന്നുള്ളത് വയനാടിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായും അത് മാത്രവുമല്ല, ആ 178 വീടുകൾ അനുവദിച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കറന്റിന്റെ കണക്ഷൻ കൂടി കിട്ടിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ കണക്ഷൻ കൂടി കിട്ടിയാൽ മതിയല്ലോ എന്നൊരു ആശ്വാസമുണ്ട്. വെളും പ്രദേശം, അതിന് വീട് വെക്കാൻ പോലും അനുമതി ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത ജനങ്ങളുടെ ആശങ്ക അതല്ല. കോൺഗ്രസിനെ വിശ്വസിച്ച് സർക്കാരിൽ നിന്ന് പണം വാങ്ങി കോൺഗ്രസിന്റെ വീട്ടിൽ, കോൺഗ്രസ് തരുന്ന വീട്ടിൽ താമസിക്കാം എന്ന് പറയുന്ന മനുഷ്യരെ സംബന്ധിച്ച് ആശങ്കയാണ്. കളക്ടർ പോലും പറയുന്നു ഇപ്പോൾ പലരും സർക്കാരിന്റെ പദ്ധതിയിലേക്ക് മാറാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചെത്തുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്ന്. അപ്പോൾ ആങ്കർ സംസാരിക്കുന്നതും നിതിൻ സംസാരിക്കുന്നതിനും മറുപടി ഉണ്ട്. അത് മറുപടിക്കുള്ള സമയം തരാം. നിതിൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോ. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിൽ യഥാർത്ഥത്തിൽ വീട് കിട്ടിയ ഒരാളുമായി സംസാരിച്ച സമയത്ത് ഉണ്ടായ ഒരു സംശയമാണ് ഇതൊന്ന്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം സംശയങ്ങളാണ്. ഇത് ക്ലിയർ ചെയ്തെന്നാൽ there is no problem in this situation. അതെന്തെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് ഈ 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയവരും ഈ കോൺഗ്രസ് പണിയുന്ന വീട് കാത്തിരിക്കുന്നവരുണ്ട്. അതായത് ആക്ച്വലി അവർക്ക് വീട് പണിയാനുള്ള ഫണ്ട് അവരുടെ കയ്യിലുണ്ട്. ഇവർ ഈ പ്രൊസീഡിങ്സ് ക്ലിയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് വീട് പണിയാനുള്ള ഫണ്ട് സർക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സന്തോഷത്തിലിരിക്കുന്ന ആൾക്കാരുടെ സന്തോഷം കൂടെ ഇപ്പൊ തകർക്കപ്പെടുകയല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ക്ലാരിഫൈ ചെയ്ത് തരേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ ഫണ്ട് പിരിച്ച കോൺഗ്രസിനുണ്ട്. ആ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. തീർച്ചയായും അത് ഒരുപോലെ ദുരന്തബാധിതരോടും കാണിക്കേണ്ടുന്ന നീതിയാണ്. ആ ദുരന്തബാധിതരെ കൈപിടിക്കാൻ കൈയയച്ച് സഹായിച്ച മനുഷ്യരോടും കാണിക്കേണ്ടുന്ന നീതിയാണ്. ശ്രീ സംഷാദ് മരക്കാർ, താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ പറയാം. താങ്കളും ഇപ്പൊ നിതിനും പറഞ്ഞത് ഒരു കാര്യം. ഒന്ന്, താങ്കൾ പറഞ്ഞു, നിതിൻ പറയുകയുണ്ടായി ടൗൺഷിപ്പിലെ വീടുകളിൽ ഒരു സെപ്റ്റിക് ടാങ്കിന്റെയും വാട്ടർ ടാങ്കിന്റെയും പ്രശ്നമേ ഉള്ളൂ. അവിടെ വയറിങ് കഴിയാത്ത, പ്ലംബിങ് കഴിയാത്ത, ടൈലിടുന്ന പണി കഴിയാത്ത വീടുണ്ട്. ശ്രീ നിതിൻ, ഇതിനിപ്പോ ഒരു സുഹൃത്തിനോട് വിളിച്ചിട്ടാണല്ലോ അത് ചോദിച്ചത്. ഞാൻ ഈ വയനാട്ടിൽ താമസിക്കുന്ന ഒരാളാണല്ലോ, ഞാൻ കാണുന്ന ടൗൺഷിപ്പ് ആണല്ലോ അത്. അപ്പൊ ആ വീടുകളിൽ വളരെ വ്യക്തമായിട്ട് വീടുകൾ കാണുകയും വീടുകളുടെ വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പൊ താങ്കൾക്ക് അവിടെ പണി തീരാത്തതായിട്ട് കണ്ടത് എന്താണ്?
ഒന്ന് പറയൂ. അത് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള എല്ലാ വീടുകളും പണി തീർന്നിട്ടില്ല എങ്കിലും താങ്കൾ ഈ പറഞ്ഞ പണി തീർന്ന നിതിൻ മതി. നിതിൻ കണ്ടത് പറഞ്ഞല്ലോ. ശ്രീ സംഷാദ് മരക്കാർ, താങ്കളുടെ സംശയം എന്താണ്? വയറിംഗ് തീരാത്ത, പ്ലംബിംഗ് തീരാത്ത, ബാത്റൂമിന്റെ പണി തീരാത്ത, വാട്ടർ ടാങ്കിന്റെ പണി തീരാത്ത, സെപ്റ്റിക് ടാങ്കിന്റെ പണി തീരാത്ത, ഡ്രൈനേജിന്റെ പണി തീരാത്ത 178 വീടുകളുടെ താക്കോൽ കൊടുക്കുന്ന PR വർക്കാണ് ഇലക്ഷന് മുമ്പ് അവിടെ നടന്നത്. സംഷാദ് മരക്കാർ, താങ്കളുടെ കണക്കിൽ അവിടെ വയറിംഗ് പൂർത്തിയാകാത്ത എത്ര വീടുകളുണ്ട്? അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ ഇനി പണി പൂർത്തിയാകാൻ മുഴുവൻ പണി പൂർത്തിയായി എത്ര ഒരാൾക്ക് ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റി എത്ര വീടുണ്ട് എന്ന് ശ്രീമതി ആങ്കർ രേണുകയും നിതിനും ഒന്ന് പറഞ്ഞേ. താങ്കൾ രണ്ടുപേരുമുള്ള താങ്കൾ ഇപ്പൊ നോക്കൂ, ഈ പാനലിൽ വയനാട്ടിൽ നിന്നുള്ള ആള് താങ്കളാണല്ലോ. താങ്കൾ തന്നെ കണക്ക് പറഞ്ഞോന്നേ, എത്ര വീട് പൂർത്തിയായി, എത്ര വീട് പൂർത്തിയാകാനുള്ളത് താങ്കൾ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ അവതരിപ്പിച്ച ഒരു ചിത്രം എന്താണ്? എല്ലാ സജ്ജീകരണങ്ങളോട് ടൗൺഷിപ്പ് നിൽക്കുകയാണ്. എന്ന് ഞാൻ പറഞ്ഞില്ല. മുസ്ലിം ലീഗിന്റെ വീടുകൾ ഫർണിച്ചർ ഉൾപ്പെടെയാണ് കൈമാറിയത്, മികച്ചതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ലീഗിന്റെ വീടുകൾ മികച്ചതായിരുന്നു എന്ന് പറഞ്ഞു. 178 വീടുകളുടെ പണി സർക്കാർ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞു. അവിടെ ഈ പണികൾ പ്ലംബിങ്ങോ വയറിങ്ങോ ഒക്കെ പൂർത്തിയാകാനുണ്ട് എന്നത് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി താങ്കൾ കണക്ക് പറഞ്ഞോ, എത്ര വീട് പൂർണ്ണമായും പൂർത്തിയായി, എത്ര വീടുകൾ ഇനി പൂർത്തിയാവാനുണ്ടെന്നുള്ള കണക്ക് താങ്കൾ പറഞ്ഞോ? ഞാൻ താങ്കളോട് ഒറ്റ ചോദ്യമുള്ളൂ. നമ്മൾ 5 പേര് ചർച്ചയിലുണ്ട്. നമുക്ക് 5 പേർക്ക് ഈ താക്കോല് കിട്ടിയെന്ന് വിചാരിക്കുക വീടിന്റെ. എന്റെ വീടിന്റെ മുഴുവൻ പണി പൂർത്തിയാക്കിയാൽ രേണുകയോ ശ്രീകുമാരേട്ടനോ വന്ന് താമസിച്ചില്ലെങ്കിൽ എനിക്ക് താമസിക്കാലോ, അങ്ങനെ ചെയ്യാലോ. 178 ഒരാൾ പോലും ടൗൺഷിപ്പിൽ താമസിക്കാത്ത എന്തുകൊണ്ടാ? ഒരാൾ പോലും താമസിച്ചിട്ടില്ല. ഒരാൾ താമസിക്കണമെങ്കിൽ അവിടെ കുടിവെള്ളം വേണം, അവന്റെ ബാത്റൂമിൽ വേസ്റ്റ് പോകാനുള്ള സൗകര്യം വേണം, അവന് പ്ലംബിംഗ് പണി പൂർത്തിയാവണം. അത് പൂർത്തിയാവാതെ PR വർക്കിന്റെ പുറകിൽ 178 താക്കോല് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു തിടുക്കം ഉദ്ഘാടനത്തിനുണ്ടായിട്ടുണ്ടാകാം. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്. കൊച്ചി മെട്രോ ഓടുന്നതിന് മുമ്പ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. അതൊക്കെ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഉണ്ടാകാം. രാഹുൽ ഗാന്ധി കല്ലിട്ടതും അതുപോലെ ആയിരിക്കുമല്ലോ. രാഹുൽ ഗാന്ധി കല്ലിട്ടതും അക്കൗണ്ടിൽ വീട് വെക്കാൻ പണമില്ലാത്തപ്പോൾ രാഹുൽ ഗാന്ധി കല്ലിട്ടതും അത് പ്രകാരമായിരിക്കുമല്ലോ. അക്കൗണ്ടിൽ വീട് വെക്കാൻ പണമില്ലാത്തപ്പോൾ കല്ലിട്ടതും അത് പ്രകാരമായിരിക്കുമല്ലോ ശ്രീ സംഷാദ് മരക്കാർ. അപ്പോഴും ഒരു സ്ട്രക്ചർ, ഒരു വീടിന്റെ പണി പൂർത്തിയായ സ്ട്രക്ചർ കണ്ടാൽ, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ആശ്വാസമായിരിക്കും. എന്റെ വീട് പണി പൂർത്തിയാകുന്നല്ലോ എന്നുള്ള ആശ്വാസമായിരിക്കും. ഒരു കല്ലിട്ട് പോയ പുറംപോക്ക് ഭൂമി കാണുന്നതിനേക്കാൾ ആശ്വാസം ആ വീട് കാണുമ്പോൾ എനിക്കുണ്ടാകും. അത് പണി തീരും മുമ്പ് തറക്കല്ലിട്ടോ എന്നുള്ള കാര്യം ഞാൻ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു തിടുക്കം ഉണ്ടായിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഞങ്ങൾ വീട് നൽകി, വാഗ്ദാനം പാലിച്ചു എന്ന് പറയുന്നതിന് വേണ്ടി പണി പൂർണ്ണമായും പൂർത്തിയാകുന്നതിന് മുൻപ് തറക്കല്ലിട്ടു എന്ന ഒരാക്ഷേപമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ മൊത്തം ഫണ്ട്, കേന്ദ്ര നേതൃത്വത്തിന്റെ ഫണ്ട് 99,90,000 രൂപ, അത് ചെറിയ ഫണ്ടല്ലേ, ചെറിയ കണക്കല്ലേ എന്നൊരു ചോദ്യവും അവർ ചോദിച്ചു. സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ്, പോക്കറ്റ് അടിക്കാരായ ആളുകള് എന്താണ് ആൾക്കൂട്ടത്തോടൊപ്പം ചേർന്ന് അതാ കള്ളൻ ഓടിപ്പോകുന്നു എന്ന് പറയും. അതിന് സമാനമാണ് ഇവിടെ. എന്താണ് മനുഷ്യത്വരഹിതമായി ഏറ്റവും ക്രൂരമായ രീതിയിൽ ദുരന്തബാധിതരുടെ പേരിൽ ആപ്പുണ്ടാക്കി സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ആളുകളിൽ നിന്നൊക്കെ തന്നെ അവരുടെ ദീനദയാലുത്വത്തെയും മാനവികതയും മുതലെടുത്തുകൊണ്ട് ഇഷ്ടം പോലെ പണം പിരിച്ചു മുക്കി. അതിന് കണക്കില്ല ഉണ്ടല്ലോ. അപ്പൊ അത് ഡോക്യുമെന്റിലാണല്ലോ ഇപ്പോ. അത് ജനങ്ങളോട് പറഞ്ഞൂടെ? അത് പറയാനുള്ള ഉത്തരവാദിത്വം മാറി നിന്നിട്ട് 171 വീടുകൾക്ക് വെള്ളം വന്നോ വൈദ്യുതി വന്നോ എന്ന് ചോദിക്കുന്നതിന്റെ അനൗചിത്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിർമ്മിച്ചിരിക്കുന്ന ആ ടൗൺഷിപ്പ് പോയി കണ്ട ആളുകൾക്കറിയാം. ഷംസാദ് ഹുസൈൻ ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ വയനാട്ടുകാരനാണെങ്കിൽ ഞാൻ വയനാടുമായിട്ട് വളരെയേറെ ബന്ധമുള്ളവരാണ്. ഞാൻ ഈ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനത്തിന് മുമ്പും അതിനുശേഷമൊക്കെ അവിടെ പോയിട്ടുണ്ട്. എനിക്കറിയാം അവിടുത്തെ ആളുകൾ എങ്ങനെയാണെന്ന്. പണി പൂർത്തീകരിക്കാനുണ്ട്, ആ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷെ ആ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ആളുകൾക്ക് അവിടെ കയറി സന്തോഷത്തോടുകൂടി താമസിക്കാനുള്ള ഉറപ്പ് ഗവൺമെന്റ് നൽകിയിട്ടുണ്ടെന്നും ആ രീതിയിൽ എല്ലാവരും ചേർന്നുകൊണ്ട്, ആ വീട് ലഭിച്ച എല്ലാവരും ചേർന്നുകൊണ്ടാണ് അവിടുത്തെ പണികളൊക്കെ നിർവഹിക്കുന്നത്. നിങ്ങൾ ചെയ്തിരിക്കുന്ന എന്താണ്? ദുരന്തബാധിതരുടെ പേരില് വിക്ടർ ഹ്യൂഗോയുടെ നോവൽ ഉദ്ധരിച്ച് സ്വരാജ് പറഞ്ഞില്ലേ, ശവം തൂക്കുകൾ, മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ ശവശരീരത്തിൽ നിന്ന് ആഭരണങ്ങളും പണവും മോഷ്ടിച്ചു പോകുന്ന എന്നിട്ട് ഇവിടെ വന്ന് വികാരങ്ങൾ മുതലെടുത്തുകൊണ്ട് പണം പിരിച്ചിട്ട്
അത് മുക്കിയിട്ട് ഇവിടെ വന്നിട്ട് ന്യായം പറയുകയാണോ? ജനങ്ങളുടെ മുമ്പിൽ സംസാരേ ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഇടപെട്ടില്ലല്ലോ, താങ്കൾ സംസാരിക്കും ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, താങ്കളുടെ പാർട്ടി പണം പിരിച്ചു. താങ്കളുടെ പാർട്ടിയുടെ കണക്ക് മിണ്ടരുത്. ഞാൻ ഫണ്ട് പിരിച്ച ഫണ്ട് എവിടെ എന്ന ചോദ്യമാണ്. ഫണ്ടിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇത് 54 കോടി ലഭിച്ചു എന്ന സ്ക്രീൻഷോട്ടുകൾ ഈ കോൺഗ്രസുകാരുടെ പ്രൊഫൈലുകളിലൂടെ തന്നെ സ്ക്രീൻഷോട്ടിലൊന്നും ചാനൽ ചർച്ചയിൽ മറുപടി പറയേണ്ട ആവശ്യം കോൺഗ്രസിന്റെ പ്രതിനിധിക്കില്ല. അല്ല, ഞാൻ സംസാരിക്കും. എന്താണ് താങ്കൾ ഇടപെടുന്നത്? എന്ത് മര്യാദയാണിത്? ഞാൻ പറയുമ്പോ എന്താണ് രേണു നിയന്ത്രിക്കാത്ത അദ്ദേഹത്തെ? ജനങ്ങളുടെ പണം പിരിക്കുക, ആ പണം മുക്കുക. രേഖാപരമായി 538 കോടിയെ ഞങ്ങൾ പിരിച്ചിട്ടുള്ളൂ എന്ന് പറയും, അല്ല 5 കോടിയെ ഞങ്ങൾ പിരിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കണക്ക് നിങ്ങൾ ഡോക്യുമെന്റിലാണല്ലോ, നിങ്ങൾ ആപ്പ് വഴിയാണല്ലോ പിരിച്ചത്. നിങ്ങൾക്ക് ആ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ രേഖകൾ വെക്കരുതോ? നിങ്ങൾ എന്തുകൊണ്ട് വെക്കുന്നില്ല? നിങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി 92 ലക്ഷം. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി 92 ലക്ഷം കോടി പിരിച്ചു. അത് കൃത്യമായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിക്ക് വർഗബോധ സംഘടനകളുണ്ട്, സർവീസ് സംഘടനകളുണ്ട്. അവരെല്ലാം കൂടി കോടിക്കണക്കിന് രൂപ പിരിച്ച് ഓരോ സംഘടന എന്താണ് മുഖ്യമന്ത്രിയുടെ KPCC-യുടെ ഫണ്ടിലേക്ക് ലയിപ്പിക്കുകയല്ലേ ചെയ്ത്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന നിങ്ങൾ എന്താണ് KPCC-യുടെ ഫണ്ടിലേക്ക് ലയിപ്പിക്കുക, അതും മുക്കുകയാണ് ചെയ്തത്. ഫണ്ട് മുക്കിയ കേരളത്തിലെ മനസാക്ഷിയുടെ മുമ്പിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയാണ്. ഈ നാടിന്റെ മനുഷ്യത്വത്തെ കബളിപ്പിച്ച് നിങ്ങൾക്ക് ഫണ്ട് നൽകിയ എന്തുകൊണ്ടാണ്? അവിടെ ദുരന്തബാധിതർക്ക് വീടുണ്ടാക്കാനാണ് പണം നൽകിയത്. ആ പണത്തെ കുറിച്ച് നിങ്ങൾ കണക്ക് പറഞ്ഞോ? രേഖ വെക്ക്. നിങ്ങൾ ആപ്പ് വഴിയല്ലേ പണം? ഞാൻ നിങ്ങളോട് ആങ്കറോടും ഞാൻ പറഞ്ഞു, ഒരു ബാങ്ക് അക്കൗണ്ട് ഡൽഹിയിലെ ബാങ്ക് അക്കൗണ്ട് വഴിയാണല്ലോ CPM പണം പിരിച്ചത്. ആ ബാങ്കിലേക്ക് എത്ര തുക വന്നു എന്ന് എന്താ ഇവര് പറയാത്തത്? വന്നത് 92 ലക്ഷം പറയുന്നു. ാണോ ഡിവൈഎഫ്ഐ പൈസ കൊടുത്തത്? മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കാണോ ഡിവൈഎഫ്ഐ 20 കോടി കൊടുത്തത്? താങ്കളൊന്ന് സ്വന്തം അക്കൗണ്ട് ഡീറ്റെയിൽസും വിവരങ്ങളും പുറത്തു വിട്ടിട്ട് ചോദിച്ചാൽ പോരെ? ഡിവൈഎഫ്ഐ കൊടുത്തതിന്റെ ആക്രിവിറ്റ് കൊടുത്തതിന്റെ പണം അല്ലെങ്കിൽ മറ്റ് ഫണ്ടുകൾ സംബന്ധിച്ചുള്ള തുക നിങ്ങൾ വ്യക്തത വരുത്തിയതിന് ശേഷം ചോദിച്ചാൽ പോരെ? നിങ്ങൾ വ്യക്തത വരുത്താതെ അവരോട് ഇതിനോടകം വ്യക്തമായി ഇതൊക്കെ ചെയ്തവരോട് ചോദ്യം ചോദിക്കുന്നത് ഏത് ന്യായം വെച്ചിട്ടാണ് ശ്രീ സംഷാദ്? നിങ്ങൾ ആരോപണ വിധേയരാകുമ്പോൾ ഇതിനു മുൻപ് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഈ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഞങ്ങൾ കമ്പനിയുടെ അക്കൗണ്ട് ആണ്, അതിലാണ് പണം ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ അതിന്റെ വിവരമില്ലാതെ ഈ രീതിയിൽ വലിയ ചർച്ചകളും ചോദ്യങ്ങളും ഉയരുമ്പോഴല്ലേ നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ ചോദ്യം ചോദിക്കുന്നത്? ഇതിനു മുമ്പ് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഞാൻ ഈ ചർച്ചയിൽ വിചാരിച്ചത് CPM-ന്റെ പ്രതിനിധി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ മാത്രമായിരിക്കുന്നതാണ്. അങ്ങനെ അല്ലാന്ന് എനിക്ക് ഈ ചർച്ച കാണുമ്പോൾ മനസ്സിലായി. എന്നാൽ ആങ്കറോട് കൂടി അത് ചോദ്യം ചോദിക്കുന്നവരെ എപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കുറ്റം പറഞ്ഞാൽ രക്ഷപ്പെടാമെന്നുള്ളത് കൊണ്ടാണ്. താങ്കൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ ആരുടെ പ്രതിനിധിയാണെന്നുള്ളതൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ല, ഞാൻ ആങ്കറോട് ചോദ്യം ചോദിക്കട്ടെ. ഡിവൈഎഫ് 20 കോടി രൂപ കൊടുത്തത് ഏത് അക്കൗണ്ടിലേക്ക്? താങ്കൾ പറയും. എനിക്ക് മനസ്സിലായില്ല. ഡിവൈഎഫ്ഐ 20 കോടി രൂപ ഈ ദുരന്തത്തിന്റെ ഭാഗമായി കൊടുത്തത് ഏത് അക്കൗണ്ടിലേക്കാണ്? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് തന്നെ അതിന്റെ രേഖ പുറത്തു കൊണ്ടുവന്നതാണ്. രേഖ എയറിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പറയൂ ചേട്ടാ. മുഖ്യമന്ത്രിയുടെ ഫണ്ട് കൊടുത്തത് ഏതാ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ലേ ഫണ്ട് കൊടുത്തത്? ഇതാർക്കാ അറിയാത്തത്? താങ്കൾ ഇങ്ങനത്തെ വിദണ്ഡവാദവും ഉന്നയിച്ച് പണം കൊടുത്തില്ല എന്ന് സംശയമുണ്ടോ? പണം കൊടുത്തില്ല എന്നുള്ള സംശയമുണ്ടോ സംശാദ്? 20 കോടി രൂപ CMDRF-ലേക്കാണ് കൊടുത്തതെന്നാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ CMDRF-ൽ കൊടുക്കുന്ന 1 രൂപ കൊടുത്താൽ നമുക്കൊരു റെസിപ്റ്റ് കിട്ടും. ഡിവൈഎഫ്ഐക്ക് ആ റെസിപ്റ്റ് 20 കോടിയുടെ കിട്ടാത്തത് എന്തുകൊണ്ടാ?
പറയട്ടെ. കിട്ടിയില്ലെന്ന് ഷംസാദ് ഹുസൈനോട് ആര് പറഞ്ഞു? സതീശൻ ഇനി പറഞ്ഞതാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി താങ്കൾ ഉദ്ധരിച്ച പി കെ സനോജ് അവർ പറയുന്നത് മനുഷ്യന്റെ പേരിൽ പണം പിരിക്കുക ചെയ്ത് താങ്കൾ ഇതിനകത്ത് എം സ്വരാജിന്റെ വാക്ക് ശ്രീ സംഷാദ് മരക്കാർ, നിങ്ങൾ ഇത്രയും 9 ലക്ഷത്തിന്റെ ആപ്പിൽ 5 കോടി 9 ലക്ഷത്തിന്റെ ആപ്പ് ഉണ്ടാക്കി 5 കോടി പിരിച്ചതിന്റെ കണക്ക് ചോദിക്കുമ്പോ ആക്രമിറ്റ് ശേഖരിച്ച പണത്തിന്റെ റെസിപ്റ്റിലേക്കാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ടത് ശ്രീ സംഷാദ്? അവർ പുറത്തുവിടട്ടെ, പുറത്തുവിടേണ്ടത് അവർ പുറത്തുവിടട്ടെ, അതിലൊന്നും എനിക്ക് സംശയമില്ല. കോൺഗ്രസിന്റെ പണം ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ചെലവഴിച്ച കാര്യം ഞങ്ങൾ പറഞ്ഞു. ഇനി താങ്കൾ പറഞ്ഞതുപോലെ അതിന്റെ ആപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം വേണമെങ്കിൽ അത് നമുക്ക് പുറത്തെത്താം. പ്രതിനിധിയോട് രൂപ എവിടെയാണ് കൊടുത്തത്? ആ നിലപാട് പക്ഷെ പ്രതിപക്ഷ നേതാവിനുണ്ടോ എന്നതാണ് ചോദ്യം. ചോദിക്കുമ്പോൾ മാധ്യമങ്ങളെ അത് ബോധ്യപ്പെടുത്തേണ്ടുന്ന ആവശ്യമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ വ്യക്തത പ്രതിപക്ഷ നേതാവിന് വരുത്താൻ പറ്റാത്തത് കൊണ്ടാണ്. ശ്രീ എൻ ശ്രീകുമാർ, ശരി, നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നു എന്ന് PCR നിന്ന് ആവർത്തിച്ച് പറയുന്നത് കൊണ്ടാണ്. എന്തായാലും കോൺഗ്രസ് ദുരന്ത ബാധിതരെ വഞ്ചിച്ചോ എന്നതാണ് പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 35% പേർ, അല്ല എന്ന് പറയുന്നത് 61% പേർ, നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 4% പേർ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.